സോ ഗൈസ് ഇത് ഇത്രയും പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം രാവിലെ വന്ന് പിത്രി സുനിലസ് ഒക്കെ എടാ സുനിലസേ, നിന്റെ ക്ലാസ് അല്ല നിനക്ക് ഇത് കേറിയിരിക്കാൻ. അത് ഇവ അക്സെപ്റ്റ് ചെയ്താ അണ്ണ ഇവ അക്സെപ്റ്റ് ചെയ്ത ടിവിയിലുള്ള മെമ്പറാന്ന് പറഞ്ഞു. സുനിലസ് ജോബിൻ ജോസഫ് ടിവിയിലുള്ള മെമ്പറാന്ന് ഇവ അക്സെപ്റ്റ് ചെയ്താ. അപ്പൊ പിത്രി നിന്നെ വിളിക്കാത്തൊരു കല്യാണത്തിന് നീ വന്ന് ചോറുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബാഡായില്ലേ? ഓക്കെ ഗൈസ്, മെന്നി ആ വഴിക്ക് പോയേട്ടാ. ഈ ചന്ദ്രൻ നോക്കിയ തന്തലായി കാണിക്കുന്നുണ്ട് ആ സൈഡിൽ ഇരുന്ന്. നോക്ക് നോക്ക് നോക്ക്. ഞാൻ ഇത് കാണിക്കാൻ പോവാണ്, ഇനി ഇതാക്കാൻ വയ്യേട്ടാ. സോ ഗൈസ് ഇത് ഇത്രയും പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം കോച്ച്, റിബല്, ജുഗ്രു, ഇതൊക്കെ അറിയാത്തവർ. ഇത് ജുഗ്രു, ലെക്സ്റ്റു, കെവിൻ, വില്ലുമോൻ, ഇതാണ് നമ്മുടെ മോബി, ഇത് മെസ്വൈ ഗോഗു, മന്ദാരം, നീലൻ, ടുബോർഗ്, വീടി, നമ്മുടെ അമ്പത്തൂര്, ലോലൻ, കണ്ണാപ്പി, ആശ്. ഗിഫല്ലേ അത്? ഒരേ കീരി, വില്ലംബ്രോ, റാവോ, ഡോർക്കി, മൂഡ്, ഡീമൻ, ട്രിക്കി, സ്നൈപ്പ്. വീണ്ടും സ്നൈപ്പ് ഓണാക്കടാ. സ്നൈപ്പേ അല്ല, സ്നൈപ്പ് സ്നൈപ്പ് കണ്ണു നോക്കിട്ടുണ്ടോ മൊബൈലിൽ പോലെ? ഈഗിൾ ബ്രോ സരക്കണ്ണ ടൈം ഔട്ട് കിട്ടി കേട്ടോ ഡിസിയില്. ടൈം ഔട്ടോ? അതെന്താ ഇങ്ങോട്ട് ട്രാക്ക്? ഇത് നമ്മുടെ സാവേജ്. ഇതാരാ? ഡ്രീം ഒക്കെ ആരാ? ഡ്രീം, ഡ്രീമർ, ജോബിൻ ജോസഫ്, ഇതൊക്കെ ആരാ? രാവിലെ വന്ന് ജോബിൻ ജോസഫ് നമ്മുടെ ലൈവ് കണ്ടോണ്ടിരുന്ന ഒരു പയ്യനാ. അവൻ കേറി. എനിക്ക് ഇതില് 9 കാണാം, അവിടെ 11 കാണാൻ പറ്റുമോ ഇതില്? പാസ്വേഡ് ഇട്ടിട്ടില്ലേ ആളിയ? ഇതിനകത്ത് എങ്ങനെയാണ് ഇങ്ങനെ റാൻഡോ ആൾക്കാർ? പിത്രി സുനിലസ് ഒക്കെ എടാ സുനിലസേ, നിന്റെ ക്ലാസ് അല്ല നിനക്ക് ഇത് കേറിയിരിക്കാൻ. ഞാൻ പോവാ അണ്ണനെ കാണുന്ന ഞാൻ പോവാ. ബൈ ബൈ. നിക്കോണെ പാസ്വേഡ് ഇല്ലേ നിക്കോണെ? ഇതിന്റെ ലിങ്ക് എങ്ങനെ? ലിങ്ക് മോളെ കാണണ്ടോ? കാണിക്കൂടാ പാസ്വേഡ്. ഇത്ര നേരമായിട്ട് അത് ഇവ അക്സെപ്റ്റ് ചെയ്താ അണ്ണ ഇവ അക്സെപ്റ്റ് ചെയ്ത ടിവിയിലുള്ള മെമ്പറാന്ന് പറഞ്ഞു. സുനിലസ് ജോബിൻ ജോസഫ് ടിവിയിലുള്ള മെമ്പറാന്ന് ഇവ അക്സെപ്റ്റ് ചെയ്താ. ഞാൻ പെട്ടാടാ, ഇത് ഓൺലൈൻ ക്ലാസ് അല്ല ആയിരിക്കോളെ. നമുക്ക് അല്ലാതെ സംസാരിച്ചാ പോരാ, ഇത്ര ബുദ്ധിമുട്ട് എന്തിനാ അളിയ? ഇത് മര്യാദ മന്ദബുദ്ധി നിക്കോണിനെയൊക്കെ പിടിച്ച് കളഞ്ഞാ മതി അളിയ. നിക്കോണെ ഞാൻ ഇത്ര നേരമായിട്ട് പറയുവാടാ ഒരു പാസ്വേഡ് ഇട്ടതാന്ന്. അഹമ്മദ് റയാൻകുട്ടി വന്ന് എടാ ജോബിൻ ജോസഫെ കേറി ഇരുന്നാ പോരാ, അവൻ കൈ വെക്കുന്നോ? റൈസ് ആയിട്ട് ഇതാരാ? വേറൊരു ശബ്ദം. കുഞ്ഞു കൊച്ചാരാ? എവിടെ? ഞാൻ പറയുന്ന കേക്കാവോ നിക്കോണെ? ഹലോ വിജയനാരായണൻ. വിജയനാരായണൻ നിക്കോണെ ഹലോ. അണ്ണ ഞങ്ങള് മിണ്ടാതിരുന്നോളാം. അണ്ണൻ കണ്ടിന്യൂ. എടാ പിള്ളേര് മിണ്ടാണ്ടിരിക്കാന്ന് കണ്ടിന്യൂ. ഒരുത്ത ക്യാമറ ഓണാക്കി വന്ന് കയറി ക്യാമറ ഓണാക്കിട്ടോ. അലമ്പാവൂടാ. എന്ത് കാണിക്കുന്നൊന്നും പറയാൻ പറ്റൂല അളിയാ. ലവ് യു. അണ്ണ ഞാനൊന്നും കാണിക്കില്ല. അണ്ണൻ എന്നെ മോനെ നീ ഇവിടെ ഉണ്ടോ? ഹലോ നിക്കോണേ. അത് ഒറിജിനല്ല. ഇവൻ ടി വി മെമ്പറാണ് ആഡ് ചെയ്തത്. റെസ്പോണ്ട് ചെയ്യണം. നീ ഇവിടെ ഇല്ലടാ. ഒന്ന് വാ തുറന്നേടാ.
കേൾക്കുന്നില്ലേ? ഹലോ എടാ ഇവര് കിക്കിയടാ. അണ്ണാ ചില്ലണ്ണ. എടാ നിക്കോടെ ഒരു പാസ് എടുത്തതാടാ അതിന്. അതിനിപ്പോ ഇട്ടുതരാം. ഒറ്റ സെക്കൻഡ്. അഞ്ച് വർഷം ഊമ്പി കുറ്റം പറയാൻ പറ്റില്ല. മുമ്പിട്ടൊന്നും ഇല്ല. പാപ്പ ആദ്യം എടുത്തോളാം. ഈ ബാലകേന്ദ്രം ആദ്യം എടുത്തോളാം. ഇവനെ താഴെയിരിക്കുന്നവൻ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ബാലങ്കേന്നാർന്ന് പേരിട്ട് വന്നോണ്ട് നിക്കോണം അക്സെപ്റ്റ് നീ മിണ്ടായിരിക്കാന്ന് പറഞ്ഞിട്ട് നീ ആ ബാലങ്കേനാർ പന്ന സോറി സോറി. അപ്പൊ ഈ മോനെ ഇറങ്ങ്. പിത്രി ഇതൊക്കെ ജോയൽ ജോസ് ജോർജ് ഒക്കെ ആരാ? അത് പവർ കൊടുക്കാൻ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഈ പിത്രി എന്നും ജോബിറ്റ് ജോസഫ് എന്നൊക്കെ പേരിട്ട് വന്നവരെ എന്തിനു അക്സെപ്റ്റ് ചെയ്തേ? പുതിയ റിക്രൂട്ടറാണ്. എനിക്കതിനൊരു എക്സ്പ്ലനേഷൻ മറുപടി ഗെയിമിംഗ് ആണോ നിങ്ങള്? രണ്ട് ഗെയിമിംഗ് ഉണ്ട്. പറ്റിപ്പോയത് കിക്ക് എങ്ങനെ കിക്ക് എനിക്ക് കിക്ക് ചെയ്യാൻ പറ്റില്ല ഇവനെയൊന്നും. കിക്കിയടാ ഇവരെ കിക്കിയടാ നിക്കോണേ. നിക്കോൺ ബ്രോ പേരിന്റെ ഇപ്പുറത്ത് 3 ഡോട്ട് ഉണ്ട്, അവിടെ കിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നാ ഇറങ്ങി പൊക്കോടാ ബാലങ്കേ നായറെ. ഞാൻ പോണായിട്ടാണ് പിത്രി. അപ്പൊ പിത്രി നിന്നെ വിളിക്കാത്തൊരു കല്യാണത്തിന് നീ വന്ന് ചോറുണ്ടല്ലേ ഞങ്ങൾക്ക് ബാഡായില്ലേ? എനിക്ക് ആ ചാനൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് കേറുമ്പോ അഡ്മിറ്റ് ഒന്ന് മാത്രം. നീ ഒരു കാര്യം വീസി നിറങ്ങും വിട്ടോ ഇനി ഒരു പരിപാടി നീ ചെയ്യല്ലേ. ഞാൻ ഇത് എന്തെങ്കിലും ചെയ്തോളാം. എടാ ഞാൻ ഒരു ഗൂഗിൾ മീറ്റ് തുടങ്ങിക്കോളാം. എനിക്ക് അണ്ണാ ഞാൻ തുടങ്ങണോ? വിവരമുള്ള ആരെങ്കിലും പെട്ടെന്ന് ഞാൻ തുടങ്ങണ്ട. ഞാൻ തുടങ്ങാം. വേറെ സഹായം ചെയ്യാമോ? ഇത്രേ ഉള്ളൂ നിക്കോണേ. ശരവണൻ തോമസ് എന്ന് പറഞ്ഞ വന്നത് നീ ടി അല്ല, ഞാൻ ബാലങ്കേ പറഞ്ഞോ നിക്കോണേ. ഒരു കുഴപ്പമില്ല, നീ പറഞ്ഞോ. നീ എന്തൊക്കെയാണ് വരുന്നേന്ന് എനിക്ക് ഒരു അത് കാണിക്കല്ലേ വേറെ സഹായം ചെയ്യാമോ? സരക്കൻ ഇവിടെ ടൈം ഔട്ട് ഇട്ട് കിടക്കുവാണ്. ഒരു സഹായം ഞങ്ങൾക്ക് എനിക്ക് ചെയ്യല്ലേ നിക്കോണേ. എനിക്ക് ഒരു സഹായം നീ ചെയ്യരുത്. എനിക്ക് അത്രേ പറയാം. എടാ കണ്ണാപ്പി ഇതിന് പാസ്വേഡ് ഇട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ അതെ ഞാൻ അഡ്മിറ്റ് ചെയ്യാം. ഈ BD2 ഗെയിമിംഗ് നമ്മുടെ ആളല്ലേ? ബ്ലാക്ക് ഔട്ട് നമ്മുടെ ആളല്ലേ? അപ്പാപ്പൻ ഹരിചന്ദ് ഒരു വട്ടോടെ പറയോ ഒരു പാസ്വേഡ് ഇടറാ കണ്ണാപ്പി. പാസ്വേഡ് ഓൾറെഡി ഉണ്ടോ? അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നേ. ഇനി വേറെ ആരും കേറത്തില്ല. അണ്ണാ ഇത് ഹരികൃഷ്ണ ഹരികുമാർ ആരാ? അണ്ണൻ കയറി. ശ്രേയർ വില്ലം ബോട്ട് സ്നൈപ്പർ ഷൗട്ട്. ഈ പ്രതീഷ് ക്യാനിലാരാ? പ്രതീഷ് ഡോർക്കില്ലേ? സെക്കൻഡ്. ഇത്രയും പേരുള്ളൂ. ഇനി വേറെ ആരും കേറത്തില്ല. ഇത്രല്ലേ ഉള്ളൂ. ഇനി വേറെ ആരും. ഇനി സരക്കണ്ണ ഡ്രൈവർ വന്നോ? ഞാൻ റിക്വസ്റ്റ് അയച്ചു ഒന്നല്ല. സരക്കണ്ണ എത്ര ഉള്ളു? ഇനി ആരില്ല. എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാ സരക്കണ്ണ അങ്ങ് മുടിയൊക്കെ ഇട്ട് സുന്ദരനായല്ല. നിന്റെ രണ്ടൂടെ സംസാരിക്കാടാ ഭയങ്കര ബഹളം.
എടാ ഇപ്പൊ ഡിസ്കോഡ് മ്യൂട്ട് ചെയ്താണെങ്കിലോ പറയണേ? ഡിസ്കോഡ് മ്യൂട്ട് ചെയ്യണോ? ഡിസ്കോഡ് മ്യൂട്ട് ചെയ്തിട്ട് അതിൽ സംസാരിക്കണം. ഗൂഗിൾ മീറ്റ് മ്യൂട്ട് ചെയ്താ പോരെ? ഗൂഗിൾ മീറ്റ് സംസാരിക്കാം. ഗൂഗിൾ മീറ്റ് ഭയങ്കര ഗ്രേസ് ആയിരിക്കണം വോയിസിന്. ആണോ? എന്നാ ഇവിടെ സംസാരിക്കാം. എന്നാ ഇവിടെ സംസാരിക്കാം. ഹരികുമാറേ മൈക്ക് മൈക്ക് എല്ലാരും കേറിയല്ലോ. ഞാൻ ഇത് ചെയ്യുവാണേ. എല്ലാരും എല്ലാരും മൈക്ക് വിട്ട് എല്ലാരും അതിന്റെ മൈക്ക് വെയിറ്റ് ചെയ്യണ. ട്രിക്കി S3 ഗെയിമർ. ഓക്കെ ബോബോയ് ഗെയിമർ ഗുലാൻ ട്രിക്കി S റീവർ. പിന്നെ ആദർശ് നമ്മുടെ ആരെല്ലോ ആണോ? ആദർശ് ക്യാമറ ഓണാക്കടാ. ക്യാമറ ഇനി ഡിലേ ആക്കല്ലേ പ്ലീസ്. ജോന ഒന്ന് ഇവിടെ ക്യാമറ ഇല്ല ഫോണിലേലും പാടാ. ആക്റ്റീവ് അല്ലാത്തവരെ ഓഫ് ചെയ്യാൻ പറ്റും. എല്ലാവരും കാണുന്ന എങ്ങനെയാടാ? ഞാൻ കാണിക്കാൻ പോവാണ്. ഇനി ആരും ഇല്ലല്ലോ. ഓക്കെ അല്ലേ? എല്ലാരും കയറി എല്ലാരും കയറി. അല്ല ഇനി അണ്ണനെ കാണൂലല്ലോ ലിങ്ക്. ഇനി കണ്ടാലും കുഴപ്പമില്ല. കയറി വരുമല്ലോ ആരും. ഞാനല്ലേ തുടങ്ങിയ ഇല്ല കയറില്ലോ ആരും കയറി വരില്ല. ഓക്കെ ഗൈസ്, മെന്നി ആ വഴിക്ക് പോയേട്ടാ. അതല്ല ഇപ്പോഴും ആ ഗൂഗിൾ മീറ്റിലിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു കൺസേർട്ടിന് പോയേട്ടാ വില്ലം ബ്രോ. ഒരു കൺസേർട്ടിന് പോയിട്ട് 70 Pro Max പുതിയൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിക്കോണിനെ ഞാൻ ഏൽപ്പിച്ച് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് സ്റ്റേജിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വന്നപ്പം പാട്ടിന് വീഡിയോ എടുക്കുകയാണ് വില്ലം ബ്രോ. ഞാൻ സ്റ്റേജിൽ തൊണ്ട പൊട്ടി ഒക്കെ പാടുവാ മറ്റേ തനിയെ വഴികളൊക്കെ ഇറങ്ങി വന്ന് നോക്കിയപ്പോ ഈ കട്ട് 1 സെക്കൻഡ് ഒരു വീഡിയോ. അടുത്ത കട്ട് ബ്രോ. ഐഫോൺ നോക്കിയപ്പോഴേ 75 വീഡിയോ ഒരു പാട്ട് കഴിഞ്ഞപ്പോ. എന്നിട്ട് എന്നോട് പറയണേ ഹനാൻ ഷേക്ക് എഡിറ്റ് ചെയ്യണത് പോലെ ഞാൻ മറ്റേ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണോ? ബ്രോ ഞാൻ സ്റ്റേജിൽ കിടന്ന് മറ്റേ ഒന്തളിച്ച് കിടന്ന് പാടണായിരുന്നു കേട്ടാ. ഇവിടെ വന്നപ്പോ ഒരു പാട്ട് കഴിഞ്ഞപ്പോ എന്റെ ഐഫോണിൽ ചന്ദ്രൻ നോക്കിയ തന്തലായി കാണിക്കുന്നുണ്ട് ആ സൈഡിൽ നോക്ക്. അതല്ല വെയിറ്റ് ആരാളിയെ വേറെ ആരാളെ വന്ന് ഒരു മിനിറ്റ് വെയിറ്റ് വന്നല്ലോ. ഏതോ ഇത് ഒറിജിനൽ പിത്തൾജിയല്ലേ? ഇത് ഒറിജിനൽ പിത്തൾജിയല്ലേ? അവൻ നിനക്ക് ബുദ്ധിയില്ലാന്ന് പറഞ്ഞ കണ്ണാപ്പി അവൻ. ബുദ്ധി ഉണ്ടാ അതുകൊണ്ടാണ് കയറ്റിയത് നിന്നെ. അണ്ണാ ഇതിന്റെ അകത്ത് SP4 അരി ഗെയിമിങ്, ബ്ലൈൻഡ് ജോക്കി, പെനറ്റാംസ് ഗെയിം ഇതൊക്കെ കൊടുത്തേക്കുന്നത്. ഇതൊക്കെ ഫേക്കാണ്. അമ്പത്തൂരൊക്കെ ഇവിടെ ഉണ്ട്. ഹരിചന്ദ് അപ്പൊ കൂടുതൽ ഡിലേ ആക്കാതെ തുടങ്ങാണ് കേസ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മളിന്ന് 5 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് എല്ലാവരും ഈ കാണുന്ന ഓഡിയൻസും ബാക്കി എല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ അതിൽ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത്ര നാൾ ഈ ഗ്യാങ് മുന്നോട്ട് കൊണ്ടുവരാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഓഡിയൻസിൻ്റെ അടുത്താണെങ്കിലും താങ്ക് യു സോ മച്ച്. ഇത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ കഴിഞ്ഞ വട്ടം ഈ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇനിയൊരു കുറച്ച് ദിവസത്തേക്ക് കൂടി അല്ല ഇനി അടുത്ത ഈ ഒരു മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മുടെ കണ്ടന്റ് ഒക്കെ എക്സോസ്റ്റ് ആവും ഇതാവുമെന്ന് പറയാനായിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷെ ഈ വട്ടം ഞാൻ പറയണില്ല, കുറച്ച് നാളോട് ഇത് ഓടിക്കാൻ നോക്കി കുറച്ച് നാളൊക്കെ കൊണ്ട്. കഴിഞ്ഞ വട്ടം എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്ന രീതിയിൽ എത്തിയായിരുന്നു. അതായത് RP ആണെങ്കിലും ഇതിലേക്ക് നമുക്ക് കുറച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ ഇതായി പോയപ്പോഴത്തേക്കിനും അത് എക്സോസ്റ്റ് ആയി പോയി എന്നുള്ളൊരു തോന്നൽ വന്നായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. കുറച്ചും കൂടെയൊക്കെ നമുക്ക് ഇത് ഓടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഇപ്പോൾ പുതിയ സിറ്റിയിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്കിനും നമുക്കൊന്ന് ഗ്യാങ് ഒക്കെ സെറ്റ് ആവാൻ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ടർഫ്, ബോഗ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളോടൊക്കെ ഓടിക്കാന്നുള്ളൊരിതുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്. മീൻസിലോട്ട് ഒരുപാട് സന്തോഷം. ഞാൻ നേരെ ചന്ദ്രന്റെ കയ്യിലോട്ട് മൈക്ക് കൊടുക്കാം. ചന്ദ്ര 2 വാക്ക് സംസാരിക്കണം. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ചന്ദ്രൻ. ഞാനാണ് ഇവിടുത്തെ മെയിൻ. ഇത് അധികം നാളൊന്നുമില്ല, അടുത്ത മാസം മുമ്പും നീ ഇവിടെ ഉള്ളിടത്തോളം കാലം